ഹായ് വെൽക്കം ഒരുപാട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പം ഇനി നമുക്ക് വീഡിയോസ് തുടർച്ചയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. കുറേ ഷെയർസ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കും. കാര്യം മറ്റൊന്നുമല്ല, ഒരുപാട് സമയം വെറുതെ സംസാരിച്ച് കളയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കാനറ ബാങ്കിൻ്റെ ഷെയർസ് നമുക്കൊന്ന് നോക്കാം. ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ് എടുത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി അത് വരച്ചിട്ടിട്ടുണ്ട്, കാരണം ടൈം അധികം പോകാതിരിക്കാൻ വേണ്ടി. കാരണം പെട്ടെന്ന് പറഞ്ഞു തീർത്താൽ അത് മതിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു 2003 നിന്നാണ്. അപ്പം നമുക്കറിയാം ഈ ഒരു ലൈൻ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അതൊരു ഡൗൺ ട്രെൻഡിലാണ് കിടക്കുന്നതെന്ന്. അതായത് ഈ ഒരു ചാനലിനകത്തൂടാണ് ഇത് ഈ ഫുള്ള് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു ഇതിലൂടെയാണ് ഫുള്ളിങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് ബാക്കിയെല്ലാം വിട്ടേക്കുക, ഈ ഒരു 2 ലൈൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് അത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ലൈൻ അപ്പുറം അത് ബ്രേക്ക് ആയിട്ടുണ്ട്, മുകളിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു അവസരം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ നോക്കാം. അപ്പം നമ്മളവിടെ ഇതിനൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് എടുത്ത് നമ്മൾ എല്ലാ സപ്പോർട്ടും റെസിസ്റ്റൻസും ജസ്റ്റ് വരച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺട്രോൾ പ്രൈസ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഏകദേശം നമ്മുടെ ഒരു പരിധിയിൽ ഈ ചാർട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ലാസ്റ്റ് പോർഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ 2 ചാനലിനകത്തൂടെ ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് അത് ബ്രേക്ക് ആയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബ്ലാക്ക് ലൈൻ വരച്ചേക്കുന്നതുണ്ടല്ലോ, ഈ ഒരു ലൈൻ അതും മറ്റൊരു റെസിസ്റ്റൻസ് ആണ് ആ ഒരു വരച്ച് വെച്ചേക്കുന്നത്. അപ്പം അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു റെസിസ്റ്റൻസ്, മറ്റൊരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 റെസിസ്റ്റൻസുകളും ബ്രേക്ക് ആയിട്ടുണ്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ താഴോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വോളിയം ഉണ്ട്. ഇപ്പം ഇതാരും ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഞാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തൊട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയാണ്. അപ്പം നിങ്ങൾക്കൊരു ബ്രേക്ക് ഔട്ട് ഏരിയ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈന്, ഈ ഒരു ബ്ലാക്ക് ലൈന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 2 ബ്രേക്ക് ഔട്ട് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ഞാനത് റെഡ് കളറിലാക്കി കാണിച്ചത്, ആ ഒരു ലൈനിൻ്റെ മുകളിൽ നിൽക്കുന്നിടത്തോളം നാൾ നമുക്ക് വേണമെങ്കിൽ അത് ഹോൾഡ് ചെയ്യാം, ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇവിടുന്ന് തൊട്ടടുത്തൊരു മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും പതുക്കെ ആണെങ്കിലും ഒരു മുകളിലോട്ട് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഒരു റിസ്ക് റിവാർഡ് അനുസരിച്ചിട്ട് എൻട്രി എടുക്കുന്നെങ്കിൽ എൻട്രി എടുക്കുക. അല്ലാതെ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അല്ലാതെ ഇത് വാങ്ങിക്കണം അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല. നിങ്ങളുടെ പൊസിഷൻ, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റപ്പിന് ഇതേപോലെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ റിസ്ക്കും പ്രോഫിറ്റും എല്ലാം നിങ്ങളുടേതായിട്ടുള്ളൊരു സ്കില്ല്, നിങ്ങളുടേതായിട്ടൊരു തീരുമാനത്തിലായിരിക്കണം. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഏരിയ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണത് വന്നേക്കുന്നത്. ഈ ഒരു ഏരിയ ഞാൻ വരച്ചേക്കുന്നത് ഡെയിലിയിലാണ്. ഇപ്പോൾ 2 ടൈം ഫ്രെയിമിലാണ് ഞാനത് വരച്ചേക്കുന്നത്. ഇത് ട്രേഡിംഗ് വ്യൂ ആണ് ആപ്ലിക്കേഷൻ. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.